സ്നേഹം അടുപ്പിലിട്ട് പുഴുങ്ങിയാൽ അരി ആവില്ല, അതിന് പൈസ. ചക്രം സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് വെള്ളിത്തിരയിലേക്ക് എത്തിയതെങ്കിലും മഞ്ജു പത്രോസിൻ്റെ തലവര തന്നെ മാറ്റിയത് വെറുതെയല്ല ഭാര്യ എന്ന ഷോയിൽ ഭാഗമായതിനു ശേഷമാണ്. സഹനടി റോളുകളിൽ സിനിമയിലും സീരിയലുകളിലും തിളങ്ങുന്ന താരം സ്വപ്നങ്ങൾ ഓരോന്നായി നേടിയെടുക്കുകയാണ്. ഇപ്പോഴിതാ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് മഞ്ജു. റിട്ടയർമെൻറ്റ് ലൈഫ് സുഹൃത്തുക്കൾക്കൊപ്പം ചിൽ ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അതിനുള്ള പണം കണ്ടെത്തുക താൻ പണിതുയർത്തിയ വീട് വിറ്റിട്ടാകുമെന്നും മഞ്ജു പറയുകയാണ്. മകന് ജീവിതമാർഗം കണ്ടെത്താൻ അവനെ താൻ പഠിപ്പിക്കുന്നുണ്ടെന്നും താരം പറയുന്നുണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ വീടെന്ന് പറയുന്നതും എനിക്ക് ഹാപ്പിയായി ഇരിക്കാൻ പറ്റുന്ന ഇടവും ഞാൻ ജനിച്ചു വളർന്ന വീട് തന്നെയാണ്. അതേസമയം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എൻ്റേത് എന്നൊരു വീട് എനിക്കുണ്ടെന്ന്. വീട് എൻ്റെ സ്വപ്നമായിരുന്നു. ഒരുപാട് വാടക വീട്ടിൽ താമസിച്ചിട്ടുള്ള ആളാണ് ഞാൻ. മൊത്തത്തിൽ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. കോടാനുകോടി മനുഷ്യർക്കിടയിൽ ഞാനും ജീവിച്ചിരിപ്പുണ്ടല്ലോ. മഞ്ജു പത്രോസ് എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും അറിയാമല്ലോ. എൻ്റെ മകന് മക്കളൊക്കെയായി കഴിയുമ്പോൾ അവർ പറയും ഞങ്ങളുടെ അമ്മ പണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് റിട്ടയർമെൻറ്റ് ലൈഫിനെക്കുറിച്ച് വ്യക്തമായ പ്ലാനുണ്ട്. 65 വയസ്സിനുള്ളിൽ ഞാൻ സംവിധാനമടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അതിനുള്ള ശേഷം എൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് കൂട്ടുകാരുമുണ്ട്. എല്ലാവരും ചേർന്ന് ഒരു വീട്ടിലേക്ക് താമസം മാറി ഹാപ്പി ലൈഫ് നയിക്കും. ചിൽ വൈബ് മാത്രമായി ജീവിക്കും. മക്കൾക്ക് ഞങ്ങളെ വന്ന് കാണാം. എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ തരാം. പക്ഷേ ആരെയും അവിടെ തങ്ങാൻ അനുവദിക്കില്ല. വരിക, കാണുക, എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ തന്നിട്ട് പോവുക. വയസ്സാകുമ്പോൾ പൈസ തരണമെന്ന് മകനോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട് എൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാനിലുള്ളതാണ്. ആ വീട് എനിക്കുള്ളതാണ്. മോനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എൻ്റെ വീട് വിട്ട് മറ്റൊരു വീട് വാങ്ങി അവിടെയാകും ഞാനും സുഹൃത്തുക്കളും താമസിക്കുക. പക്ഷേ കിഴക്കമ്പലത്ത് തന്നെയാകും വീട് വാങ്ങുക. ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ സ്ഥലം കിഴക്കമ്പലമാണ്. അമേരിക്കയിൽ പോയിട്ട് പോലും ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് ഇങ്ങ് വന്നാൽ മതിയെന്ന് ആയിപ്പോയി. നമ്മുടെ മനുഷ്യർ കുശുമ്പും കുന്നായ്മയും കാണിച്ചാലും മനസ്സിലൊന്നും വെച്ച് മുഖത്ത് മറ്റൊന്ന് കാണിക്കില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അവിടെയെല്ലാം പ്ലാസ്റ്റിക്കാണ്. അതുപോലെ ജീവിതത്തിൽ എനിക്കുണ്ടായ മറ്റൊരു നേട്ടം കൂടിയുണ്ട്. വെറുതെയല്ല ഭാര്യയുടെ സമയത്ത് എനിക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. സിമിയുടെ അമ്മ തന്ന സാരിയും ആരെങ്കിലും തരുന്ന സാരികളാണ് ഞാൻ ധരിച്ചിരുന്നത്. എനിക്ക് 3-4 ഡ്രസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ വാശിയാണോ എന്ന് അറിയില്ല. ഇന്ന് എനിക്ക് 400-നടുത്ത് സാരികളുണ്ട്. ഒരുപാട് ഡ്രസ്സുണ്ട്. അത് വെക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ എന്ന് മഞ്ജു പത്രോസ് പറഞ്ഞു. കഴുത്തൊപ്പം കടത്തിൽ മങ്ങിയ അവസ്ഥയിലായിരുന്നു ഒരു സമയത്ത് മഞ്ജു. സ്വർണമെല്ലാം ഭർത്താവ് വിറ്റ കഥയും വാടക വീടുകളിൽ താമസിച്ച ദുരനുഭവങ്ങളുമെല്ലാം പലപ്പോഴായി മഞ്ജു തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ലെങ്കിലും മഞ്ജുവും ഭർത്താവും സുനിശ്ചനും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അകന്നാണ് ജീവിക്കുന്നത്. മകനെ മഞ്ജുവും കുടുംബവുമാണ് സംരക്ഷിക്കുന്നത്. താരം ഭാഗമായിട്ടുള്ള സിനിമകളെല്ലാം തന്നെ ഹിറ്റുകളായി മാറിയിട്ടുമുണ്ട്.